അഭിവന്ദ്യ ജോസഫ് പൗവത്തിൽ പിതാവ് പിതൃസഹജമായ സ്നേഹത്തോടും കരുതലോടും കൂടി എന്നും വഴികാട്ടുകയും കൈപിടിച്ചു നടത്തുകയും ചെയ്തുവെന്ന് അനുസ്മരിച്ച് നിയുക്ത കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട്. പിതാവിന്റെ അനുഗ്രഹാശിസുകളാണ് ജീവിതത്തിൽ തനിക്കുള്ള കൈമുതലെന്ന് മാർ കൂവക്കാട്ട് ക്രിസ്ത്യൻ ലൈവിനോട് പറഞ്ഞു. പൗവത്തിൽ പിതാവുമായുള്ള ബന്ധം നിയുക്ത കർദിനാൾ ഇങ്ങനെ പങ്കുവച്ചു. ഏറെ നാളുകൾക്ക് ശേഷം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും അഭിവന്ദ്യ പിതാവ് ഒരു സെമിനാരിക്കാരനെ പഠിക്കാനായി റോമിൽ അയക്കുന്നത് എന്നെയാണ്. അങ്ങനെ എന്നെ റോമിലെ സേദസ് സാപ്പിയൻസിയ സെമിനാരിയിൽ അയച്ച കാലത്ത് എല്ലാ ആഴ്ചയും പിതാവ് ഫോണിൽ എന്നോട് സംസാരിക്കുമായിരുന്നു. ഫോൺ ഉപയോഗം ഇന്നത്തെ പോലെ പുരോഗമിച്ചിട്ടില്ലാത്ത അക്കാലത്ത് ഫോൺ വിളികൾ തന്നെ തുലോം കുറവായിരുന്നു എന്നത് ആ കാലഘട്ടത്തിൽ വളർന്ന എല്ലാവർക്കും അറിയാം. എങ്കിലും എല്ലാ ശനിയാഴ്ചകളിലും പിതാവ് വിളിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. എന്റെ ജീവിതത്തിൽ എന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അഭിവന്ദ്യ പൗവത്തിൽ പിതാവ്. അതുകൊണ്ട് തന്നെ മെത്രാനായി പ്രഖ്യാപിക്കുന്ന സമയത്ത് എനിക്ക് അണിയാനായി അഭിവന്ദ്യ പിതാവ് ഉപയോഗിച്ചിരുന്ന കുരിശുമാല നൽകപ്പെട്ടത് എനിക്ക് വലിയ സന്തോഷത്തിന്റെ ഒരു അവസരമായിരുന്നു. അഭിവന്ദ്യ പൗവത്തിൽ പിതാവിന്റെ സ്നേഹവും പ്രോത്സാഹനവുമാണ് സാധാരണക്കാരനായ എനിക്ക് ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ നൽകിയത്. എനിക്ക് ജീവിക്കുക എന്നാൽ സഭയാണ് എന്ന് ആവർത്തിക്കുന്ന പിതാവിന്റെ സഭാസ്നേഹം മറ്റെവിടെ കാണാനാകും? വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിൽ പ്രവേശിക്കാൻ എനിക്ക് അവസരം തന്നതിന് ഞാൻ പിതാവിനോട് നന്ദി പറഞ്ഞ സന്ദർഭം ഓർത്തുപോയി. പിതാവ് അപ്പോൾ എന്നോട് പറഞ്ഞതിങ്ങനെയാണ്: വ്യക്തിപരമായി എന്നോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതില്ല. സഭയെ സ്നേഹിക്കണം, നമ്മുടെ അതിരൂപതയെ സ്നേഹിക്കണം. നന്മയുള്ള കറകളഞ്ഞ ബോധ്യങ്ങളുള്ള സഭാസ്നേഹമുള്ള വൈദികനായി ജീവിക്കാനുള്ള പ്രേരണ എനിക്ക് ലഭിച്ചത് അഭിവന്ദ്യ പൗവത്തിൽ പിതാവിൽ നിന്നാണ്. പിതാവിന്റെ കസേരയിൽ ഇരിക്കാതെ മറ്റൊരു കസേരയിലാണ് ഞാൻ ആ മുറിയിൽ ഇരുന്നത്. ആ വടവൃക്ഷത്തിന്റെ തണലിൽ സഭാജീവിതം കരുപ്പിടിപ്പിച്ച എനിക്ക് ഇനി ആ പ്രാർത്ഥന തണലാവും എന്നുറപ്പുണ്ട്. പിതാവ് സ്വർഗത്തിലിരുന്ന് ഇന്നും എനിക്കും നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണെന്ന് മാർ ജോർജ് കൂവക്കാട്ട് അനുസ്മരിച്ചു.